വളരെ സുപ്രധാനമായ ഒരു വാർത്ത കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. നമ്മുടെ ദേശീയതയെയും രാജ്യ സുരക്ഷയെയും സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇന്ത്യ വിരുദ്ധരായ പാകിസ്ഥാൻ ക്രിക്കറ്റർമാർക്ക് ദുബായിൽ മലയാളി സംഘടനയുടെ പരിപാടിക്കിടെ വരവേൽപ്പ് നൽകി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ക്യൂബയുടെ പരിപാടിയിലാണ് പാകിസ്ഥാനിലെ ദേശീയ ക്രിക്കറ്റ് താരങ്ങളെ വേദിയിലേക്ക് ആനയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഈ മാസം 25-നായിരുന്നു പാകിസ്ഥാന്റെ ദേശീയ ക്രിക്കറ്റ് താരങ്ങളെ, അതും ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ആരോപണങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ ദേശീയ ക്രിക്കറ്റ് താരങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഈ മാസം 25-ാം തീയതി മലയാളികൾ ആനയിച്ചു വരുത്തിയത്. ഈ സംഭവം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരിക്കുന്നു. പരിപാടിക്കെതിരെ കേന്ദ്ര സർക്കാരിന് ചിലർ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. വിവാദമായതോടുകൂടി സംഘടന ഖേദം പ്രകടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. No more Bungu, old Bungu. अच्छा मैं आप लोग से नहीं आप ഇന്ത്യ വിരുദ്ധരായ പാകിസ്ഥാൻ ക്രിക്കറ്റർമാർക്ക് ദുബായിൽ മലയാളി സംഘടനയുടെ പരിപാടിക്കിടെ നൽകിയ വരവേൽപ്പിന്റെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം അതീവ ഗുരുതരമായ ദേശീയ പ്രാധാന്യമുള്ള വാർത്തയാണ്. ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റർമാർക്ക് ദുബായിൽ മലയാളി സംഘടനയുടെ പരിപാടിക്കിടെ വരവേൽപ്പ് നൽകിയ വാർത്ത. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ക്യൂബയുടെ പരിപാടിയിലാണ് താരങ്ങളെ വേദിയിലേക്ക് ആനയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഈ മാസം 25-നായിരുന്നു ഈ പരിപാടി നടത്തിയത്. ഈ സംഭവം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വാർത്തയാക്കി. പരിപാടിക്കെതിരെ കേന്ദ്ര സർക്കാരിന് ചിലർ പരാതി നൽകുകയും ചെയ്തു. വിവാദമായതോടെ സംഘടന ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ആന്റണി ജസ് ജോർജ് വിവരങ്ങൾ നൽകുന്നു. ആന്റണി ജസ് ജോർജ്, ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ അഫ്രീദി അടക്കമുള്ളവരുണ്ട്. അതിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞ മെയ് 25-നാണ് ദുബായിലെ പാക് അസോസിയേഷൻ ഹാളിൽ ഈ കൊച്ചി സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ക്യൂബയുടെ ഒരു സമ്മേളനം നടന്നത്. ഈ പരിപാടിക്കിടയിലേക്കാണ് പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും അതുപോലെ തന്നെ ഉമർ ഗുല്ലും എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. ഇവർ എത്തിയതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഈ പരിപാടി നടന്നത്. മെയ് 25-ന് മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ വ്യാപകമായ പ്രചരണങ്ങളടക്കം നടത്തിയ താരങ്ങളാണ് ഈ ഷാഹിദ് അഫ്രീദിയും അതുപോലെ തന്നെ ഒമർ ഗുല്ലും. ഇവരുടെ നേതൃത്വത്തിൽ അവിടെ പാകിസ്ഥാനിൽ റാലികളടക്കം നടക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ പാകിസ്ഥാനിലടക്കം ഈ റാലികളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച 2 പേരാണ് ഈ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും എന്ന് പറയുന്നത്. അങ്ങനെയുള്ള താരങ്ങളാണ് ഇന്ത്യൻ സംഘടനയുടെ, അതും ഒരു മലയാളി സംഘടനയുടെ പരിപാടിയിൽ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം. ഈ പരിപാടിയിൽ ഈ താരങ്ങൾ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടിപ്പോൾ കേന്ദ്ര സർക്കാരിന് പരാതി ലഭിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം ഇത് സംബന്ധിച്ചുള്ള പരാതി കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ അത് ഗൗരവത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ താരങ്ങൾ വേദിയിലെത്തി അവിടെയുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പരാതി ലഭിച്ച ഘട്ടത്തിൽ വിശദീകരണവുമായി ഈ അലൂമിനി സംഘടന, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അത്തരമൊരു പരിപാടി അല്ലെങ്കിൽ തങ്ങൾ ക്ഷണിച്ചിട്ടല്ല ഈ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ഈ വേദിയിലേക്ക് എത്തിയത്. അവർ ഈ ഹാളിൽ തന്നെ, അതായത് ഈ പാക് പരിപാടി സംഘടിപ്പിച്ച പാക് അസോസിയേഷൻ ഹാളിൽ മറ്റൊരു പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ യു എ ഒരു ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഏറ്റവും വലിയ ദേശീയ പതാക പ്രദർശിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഷാഹിദ് അഫ്രീദിയും
ഉമർ ഗുല്ലും അവിടേക്ക് എത്തിയത്. അങ്ങനെ തങ്ങൾ ക്ഷണിക്കാതെ ഈ താരങ്ങൾ ഈ പരിപാടിയുടെ വേദിയിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായ ഒരു ക്ഷണവും തങ്ങൾ ഈ താരങ്ങൾക്ക് നൽകിയിരുന്നില്ല. അവർ സ്വന്തം ഇഷ്ടത്തിന് അവിടേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇത് ബോധപൂർവം ഒന്നും ചെയ്തിട്ടില്ല, ഈ സംഭവിച്ചു പോയതിൽ ഖേദമുണ്ടെന്നും അസോസിയേഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പാക് മാധ്യമങ്ങൾ ഇതിനെ എടുത്തിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ജിയോ ന്യൂസ്, പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ജിയോ ന്യൂസ്. അവർ ഇത് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷന്റെ പരിപാടിയിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് വലിയ സ്വീകരണം എന്നുള്ള തരത്തിലാണ് അവർ ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹം പാക് താരങ്ങൾക്ക് ഊഷ്മള സ്വീകരണം നൽകി ഇന്ത്യൻ സമൂഹം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ ജിയോ ന്യൂസ് അടക്കം വാർത്ത നൽകിയിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പരാതിയും ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ദേശീയതയെ സംബന്ധിച്ചിട്ടും മറ്റു ചില കാര്യങ്ങളിലുമൊക്കെ സംഘപരിവാർ അടക്കമുള്ളവ ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ ജനതയെയും കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെയും ഒക്കെ എപ്പോഴും സംശയദൃഷ്ടിയിൽ നിർത്തുന്ന രീതിയിലുള്ള വാർത്തകൾ തയ്യാറാക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടി ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും മലയാളികൾ ഉൾപ്പെടുന്ന ആ സംഘടന പാകിസ്ഥാനിലെ താരങ്ങൾക്ക്, അത് വെറും താരങ്ങളല്ല, ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് ഇന്ത്യ മറുപടി നൽകി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തീരുന്നതിന് മുൻപേ തങ്ങളാണ് ജയം നേടിയിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഷഹീദ് അഫ്രീദി അടക്കമുള്ളവർ പാകിസ്ഥാനിൽ റോഡ് ഷോ നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഷഹീദ് അഫ്രീദി, അങ്ങനെയുള്ള ഒരു ഷഹീദ് അഫ്രീദിയെ മലയാളികൾ ദുബായിൽ വെച്ച് ആനയിച്ച് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വിപുലമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടാനും വിമർശനമേൽക്കാനും സാധ്യതയുള്ള ഒരു വാർത്തയാണ്. അതിലൊരു സംശയവുമില്ല. മലയാളി സംഘടനയുടെ പരിപാടി അതുകൊണ്ട് തന്നെ വിവാദത്തിൽ എന്ന് മാത്രമല്ല, അത് വലിയ രീതിയിലുള്ള സങ്കീർണതകളിലേക്ക്, കുരുക്കുകളിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. ഭീകരരുടെ പിന്തുണക്കാർക്ക് മലയാളി സംഘടന വരവേൽപ്പ് നൽകി എന്നുള്ള രീതിയിൽ ഈ വാർത്തയെ കാണേണ്ടി വരുമോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദുബായിൽ മലയാളി സംഘടനയുടെ സ്വീകരണം ആ അർത്ഥത്തിൽ വിവാദത്തിലായിരിക്കുക എന്ന് മാത്രമല്ല, ഈ പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എങ്ങനെ അതിനെ കണക്കിലെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള വ്യക്തികളാണ് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും. ഇവർക്ക് എന്തുകൊണ്ട് സ്വീകരണം നൽകി? ഇവർ ദുബായിൽ വെച്ച് ആണ് ഈ സ്വീകരണം. ഇവിടെ എറണാകുളത്ത് ഉള്ള കളമശ്ശേരിയിലുള്ള കൊച്ചി സർവകലാശാലയുടെ അലുമ്നിയാണ് അവിടെ CUBA എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നത്. അവർ അവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഷഹീദ് അഫ്രീദിയും ഉമർ ഗുല്ലും അവിടേക്ക് രംഗപ്രവേശം ചെയ്യുമ്പോൾ തന്നെ ആ പരിപാടിക്ക് മറ്റൊരു അന്താരാഷ്ട്ര മാനം വരുന്നു എന്ന് തിരിച്ചറിയേണ്ടതാണ്. അത് അംഗീകരിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ വാർത്തയ്ക്ക് വിപുലമായ